നമുക്ക് പത്തനംതിട്ടയിലേക്ക് തിരിച്ചു പോകാം. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 64 പേർ ബലാത്സംഗം ചെയ്ത കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഡിഐജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് സംഘം. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ട്. കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 26 പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, ആദ്യം കേട്ടതിനേക്കാൾ വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതും അതുപോലെ തന്നെ അതിൽ പ്രതികളുടെ ഒരു നിര പരിശോധിക്കുമ്പോൾ സുബിലിൽ നിന്ന് തുടങ്ങി അങ്ങനെ ഒരു ചെയിൻ പോലെ നീണ്ടുകിടക്കുന്ന ഒരു ബലാത്സംഗ ശൃംഖലയായി നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള സൂര്യനെല്ലി അടക്കമുള്ള കേസുകൾക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ ഗ്രാവിറ്റിയുള്ള ഒരു കേസായി ഇത് മാറുകയാണ്. അന്വേഷണ സംഘത്തെ എങ്ങനെയാണ് വിപുലമാക്കിയിരിക്കുന്നത്? സുജയ, ഈ പത്തനംതിട്ടയിൽ പെൺകുട്ടി കൂട്ടപീഡനത്തിന് ഇരയായ സംഭവത്തിൽ ഇപ്പോൾ അറസ്റ്റ് 26ലേക്ക് എത്തിയിരിക്കുന്നു. 26 എന്ന സംഖ്യയിലേക്ക് അറസ്റ്റ് എത്തിയപ്പോൾ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. ഈ കേസിൽ 64 പ്രതികൾ ഉണ്ട് എന്നാണ് പെൺകുട്ടി CWCക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ഈ 64 പേരിൽ 26 പേർ ഇപ്പോൾ തന്നെ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ, അതായത് പകുതിയോളം പേർ അറസ്റ്റിലായി കഴിഞ്ഞൊരു സാഹചര്യത്തിൽ ഇനിയും അത്രയും പേരെ കൂടി കസ്റ്റഡിയിലെടുക്കുകയും ഒപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ നേരത്തെ തന്നെ CWC ചെയർമാൻ രാജീവ് പറഞ്ഞത് 64 എന്ന സംഖ്യയിൽ നിൽക്കാൻ സാധ്യതയില്ല. അതിൽ കൂടുതൽ പേർ ഒരുപക്ഷെ ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലയക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെ വരുമ്പോൾ പോലീസും ആ ഒരു അദ്ദേഹത്തിന്റെ CWC ചെയർമാന്റെ വാക്കുകളെ വലിയ പ്രാധാന്യത്തോടെ എടുത്തുകൊണ്ട് ഇപ്പോൾ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഇനി അന്വേഷണം നടക്കുക. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ട്. അതായത് പോലീസ് അതീവ ഗൗരവത്തോടുകൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നു. മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കാൻ DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം ഇറങ്ങുകയാണ്. ഇപ്പോൾ തന്നെ മറ്റ് ജില്ലകളിലേക്കും പത്തനംതിട്ടയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്. ചില പ്രതികളൊക്കെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന സൂചന വരുന്നുണ്ട്. ഇന്നലെ വരെ 20 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ അത് ആ സംഖ്യ 26ലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇന്നും ഇന്നലെ രാത്രിയുമായി 13 പേർ പോലീസിന്റെ പിടിയിലായിരുന്നു. അതിൽ 6 പേരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ പമ്പയിൽ നിന്നും 3 പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. അവരെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അതിന് പിന്നാലെ 10 പേർ കൂടി പോലീസ് പിടിയിലായി. അങ്ങനെ 13 പേർ പോലീസ് പിടിയിലായി. 13 പേരെയും വിശദമായി ചോദ്യം ചെയ്തു. ഇതിൽ 6 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം ഒപ്പം ഇന്ന് ഇപ്പോൾ പുതുതായി 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ടോട്ടൽ സംഖ്യ ഇപ്പോൾ 26ലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും ഇതിലധികം പേരെ കൂടി കസ്റ്റഡിയിലെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പെൺകുട്ടിയുടെ കൃത്യമായ മൊഴിയുണ്ട്. പെൺകുട്ടിയുടെ ഡയറിയിൽ ഈ പ്രതികളുടെ പേരുണ്ട്, ഫോൺ നമ്പറുകളുണ്ട്. അത് മാത്രവുമല്ല, പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന പിതാവിൻ്റെ ഫോണിൽ ഈ നമ്പറുകളും ഒപ്പം തന്നെ സ്ഥലപ്പേരുകൾ ഉൾപ്പെടെ കൃത്യമായി സേവ് ചെയ്ത് വെച്ചിരുന്നു. ഇതെല്ലാം പത്തനംതിട്ട പോലീസും ഒപ്പം തന്നെ ഇലവന്തിട്ട പോലീസും കൃത്യമായി ഈ അച്ഛനമ്മമാരുടെ കയ്യിലുണ്ടായിരുന്ന സ്മാർട്ട് ഫോൺ ആണ് ഈ പെൺകുട്ടി ഉപയോഗിച്ചിരുന്നത്. ഈ മാതാപിതാക്കൾക്ക് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളത് ഈ പ്രതികൾക്ക് ഈ കാര്യങ്ങൾക്ക് കൂടുതൽ സഹായകമായി മാറുകയായിരുന്നു. കാരണം ഇത്രയധികം പേർ ഈ 5 വർഷക്കാലം ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു. അതിന് അവളുടെ അച്ഛന്റെ ഫോൺ വഴിയാണ് ഈ അശ്ലീല സന്ദേശങ്ങൾ, ദൃശ്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരുന്നത്. കുടുംബം ഇതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലേ? അത് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്താണ്? സുജയ, നാം ഈ കാര്യത്തെപ്പറ്റി നമ്മൾ വിശദമായി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയധികം പ്രതികൾ ആ ഒരു ഫോൺ നമ്പറിലേക്ക്, അതായത് അത് അച്ഛൻ്റെ പേരിലുള്ള ഫോണാണ്, ആ ഫോൺ നമ്പറിലേക്ക് അച്ഛൻ്റെ ആ ഫോൺ നമ്പറിലേക്ക് ദൃശ്യങ്ങൾ വരുന്നു. ഒപ്പം തന്നെ നഗ്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരുന്നു. സ്വാഭാവികമായും 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയാകുമ്പോൾ, അതും ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് പീഡനത്തിന് ഇരയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ഇത് മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളത്. അതിനുള്ള ഉത്തരം എന്ന രീതിയിൽ പോലീസിൽ നിന്നും നമുക്ക് വിവരം ലഭിക്കുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അജ്ഞരായിരുന്നു. അവർക്ക് ലേറ്റസ്റ്റ് ടെക്നോളജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അറിവ് അവർക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്മാർട്ട് ഫോൺ വീട്ടിൽ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉപയോഗം പ്രധാനമായും നടത്തിയിരുന്നത് ഈ പെൺകുട്ടി തന്നെയായിരുന്നു. സ്വാഭാവികമായും ഒരു ദൃശ്യം ഒരു ഫോൺ നമ്പറിലേക്ക് അയക്കുകയും മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കോ പരാതികളിലേക്കോ പോകാതിരിക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ അയക്കുന്ന ആളുകൾക്ക് തന്നെ സ്വാഭാവികമായും ആത്മവിശ്വാസം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കൃത്യമായി ഇവിടെ മുതലെടുത്തു എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ ഈ പ്രതികൾ ഈ പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഫോൺ അത് ആ പെൺകുട്ടി സ്വകാര്യമായി കൗൺസിലിംഗിലാണല്ലോ പ്രവീൺ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. പെൺകുട്ടിയുടെ അച്ഛനോടോ അമ്മയോടോ ഈ കാര്യങ്ങൾ ഒന്നുമേ ഈ പെൺകുട്ടി ഇതിനിടയിൽ ഈ 5 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്നാണ്.
അങ്ങനെയാണ് CWCയും ഒപ്പം തന്നെ പോലീസും വ്യക്തമാക്കുന്നത്. കാരണം 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ദീർഘമായിട്ടുള്ള 5 വർഷക്കാലം ഈ പെൺകുട്ടി നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു. അത് ആദ്യം സുബിൻ എന്ന സുഹൃത്തിൽ നിന്നാണ് പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. പിന്നീട് സുബിന്റെ സുഹൃത്തുക്കളിലേക്ക് ഈ നഗ്ന ദൃശ്യങ്ങൾ എത്തുന്നു. പിന്നീട് അത് സംഘം ചേർന്നുള്ള ബലാത്സംഗത്തിലേക്ക് എത്തുന്നു. അത് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പെൺകുട്ടിയെ വിളിച്ചു വരുത്തി കൂട്ടം ചേർന്നുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തി മറ്റുള്ളവരിലേക്ക് അത് പുതുതായി എത്തിക്കുന്നു. അങ്ങനെ ദൃശ്യങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ഓരോ സമയത്തും പീഡനം നടക്കുമ്പോൾ അതെല്ലാം ദൃശ്യമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പക്ഷേ ഇതൊന്നും മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ അധ്യാപകരോട് ഈ വിവരം പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ഒരു സന്നദ്ധ സംഘടനയോടും അധ്യാപകർ മുഖേന ഈ പെൺകുട്ടി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷമാണ് CWCയിലേക്ക് അധ്യാപകർ മുഖേന ഈ ഒരു പരാതി എത്തുന്നത്. ആദ്യം സാധാരണഗതിയിൽ CWCക്ക് ഇത്തരത്തിലുള്ള ഒരു പരാതി ലഭിച്ചാൽ അത് അതാത് പോലീസ് സ്റ്റേഷനിലെ CHOയ്ക്ക് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് SHOയ്ക്ക് കൈമാറുന്ന ഒരു പതിവാണുള്ളത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം അല്ലെങ്കിൽ ആ പെൺകുട്ടിയിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചതനുസരിച്ച് കേവലം ഒരു SHOയിലേക്ക് മാത്രം ഒതുങ്ങേണ്ട വിവരം കൊടുക്കേണ്ട ഒരു കാര്യമല്ല ഇതെന്ന് മനസ്സിലാക്കി CWC കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ. പ്രവീൺ പുരുഷോത്തമൻ, പത്തനംതിട്ട കൂട്ട ബലാത്സംഗ കേസിൽ ഇതിനകം അറസ്റ്റിലായിട്ടുള്ളവരിൽ +2 വിദ്യാർത്ഥികളുണ്ട്. ഒപ്പം പെൺകുട്ടിയുടെ സുഹൃത്തായിരുന്ന, പെൺകുട്ടിയെ ആദ്യം ലൈംഗികമായി ചൂഷണം ചെയ്ത സുബിൻ മുതൽ ഇങ്ങോട്ടുള്ള പ്രതികളുണ്ട്. 64 പേരെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പെൺകുട്ടി ഇപ്പോൾ കൈമാറിയിരിക്കുന്ന വിവരങ്ങളിൽ ഉള്ളത്.